ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി. ഗോത്ര എന്തായിരുന്നു എന്നുള്ളത് ചരിത്രം തന്നെ സാക്ഷ്യപ്പെടുത്തിയതാണ്. അതിന് നിയമവ്യവസ്ഥിതി തന്നെ അല്ലെങ്കിൽ നിയമവൃത്തങ്ങൾ തന്നെ അതിന് ഉതകുന്ന സാഹചര്യങ്ങൾ, പ്രതികളായവർക്ക് ശിക്ഷ, 11 പേരോളം വധശിക്ഷയ്ക്കൊക്കെ വിധേയരായവരാണ്. ഗോത്ര എന്താണ് എന്നുള്ളതിൽ ആർക്കും ഒരു സംശയവുമില്ല. പക്ഷേ എമ്പുരാൻ എന്ന സിനിമയിലൂടെ ഗോത്ര ഒരു തിരികെ കയറ്റലായിരുന്നു. അതിലൂടെ രൂപപ്പെട്ട നായകൻ അല്ലെങ്കിൽ അതിൻ്റെ ഇരയായി ഇരവാദം ഉയർത്തിക്കൊണ്ട് പൊതുസമൂഹത്തിലേക്ക് ഉയർന്നു വരുന്നു. അവിടെ വില്ലൻ പരിവേഷം മുഴുവൻ ഹിന്ദുത്വം അല്ലെങ്കിൽ ഹിന്ദു നാമധാരികൾ, ഹിന്ദു വേഷധാരികൾ. അവർ പിന്നീട് ഭാരതത്തെ, തുടർന്ന് കേരളത്തിൽ എങ്ങനെയൊക്കെ ഭരണം നടത്താം അല്ലെങ്കിൽ ഭരണം പിടിക്കാമെന്നുള്ള അജണ്ട സെറ്റ് ചെയ്യുന്നു. ഇതൊക്കെ ആരുടെ തലയിൽ ഉദിച്ച ബുദ്ധിയായിട്ടാണ് താങ്കൾക്ക് കരുതുന്നത്? നോക്കൂ, ഇവിടെ ഈ ഒരു ചലച്ചിത്രം ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇത് കണ്ട വളരെ അടുത്ത സുഹൃത്തുക്കൾ പലരും എന്നോട് വിളിച്ച് ഇതേപ്പറ്റി പറഞ്ഞു. ഇതിന്റെ ഇതിവൃത്തം എന്താണ്, എങ്ങനെയാണ് ഇതിന്റെ കഥ പുരോഗമിക്കുന്നത്, എന്താണ് ഇതിന്റെ ക്ലൈമാക്സ് എന്നൊക്കെ പറഞ്ഞു. എന്നോട് പലരും പറഞ്ഞു. ഞാൻ പറയുന്നത് കേരളത്തിലെ ഏറ്റവും ജനപ്രിയനായ ഒരു താരത്തെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ ഒരു അസൽ ഹിന്ദു വിരുദ്ധ സിനിമയാണ് എമ്പുരാൻ എന്ന് പറയാതിരിക്കാൻ വയ്യ. അപ്പൊ എന്താണ് ഇവിടെ നമ്മൾ ഹിന്ദു വിരുദ്ധം എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ 59 ഹിന്ദു തീർത്ഥാടകരെയും കർസേവകരെയും ആണ് അവിടെ ചുട്ടുകൊന്നത്. ആ ചുട്ടുകൊന്നതിനെ ന്യായീകരിക്കുക എന്നുള്ളത് മാത്രമല്ല, അതിലൂടെയാണ് ഇപ്പോൾ ഉള്ള നരേന്ദ്രമോദിയുടെ ഭരണം വന്നത്, അല്ലെങ്കിൽ അതിലൂടെയാണ് ഇപ്പോഴത്തെ എല്ലാ സൗകര്യങ്ങളും ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് കിട്ടിയതെന്ന് പറയുമ്പോൾ അതിന്റെ ആഴം വളരെ വലുതാണ്. ഒരു കഥ പറഞ്ഞു പോകുമ്പോൾ ഒരു പക്ഷെ വേണമെങ്കിൽ ഒരു ഇസ്ലാമിക വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ ശരിയാണ്, അവരെ സംബന്ധിച്ച് കൂടുതൽ നഷ്ടങ്ങൾ ഉണ്ടായെന്നൊക്കെ ചിന്തിച്ചേക്കാം. കാരണം ഗുജറാത്തിൽ പഴയ പോലെ അല്ല, 1921 ആയില്ല ഗുജറാത്തിലെ കാര്യം. കാരണം കേരളത്തിലെ ഹിന്ദു അല്ല ഗുജറാത്തിലെ ഹിന്ദു. ആ വ്യത്യാസം തീർച്ചയായിട്ടും ഉണ്ട്. കാരണം അവർ ഖിൽജിയെയും ഗോറിയെയും സോമനാഥ് ക്ഷേത്ര ആക്രമണത്തെയൊക്കെ കണ്ടു വളർന്ന തലമുറകളാണ്. അപ്പൊ അവരുടെ പ്രതികരണം രൂക്ഷമായിരിക്കും. കാരണം ഒരു ഇസ്ലാമിക അധിനിവേശത്തെയും വെച്ചു പൊറുപ്പിക്കില്ല എന്ന് പ്രതിജ്ഞയെടുത്തവരാണ് അവരുടെ തലമുറകൾ. കേരളത്തിലെ പോലെയല്ല. കേരളത്തിൽ 1924 നമ്മുടെ പ്രതികരണം ഒന്നും ഉണ്ടായിട്ടില്ല. ഈ ക്രൂര മുഹമ്മദർ എന്ന് കുമാരനാശാൻ വിശേഷിപ്പിച്ച ഇവർ പുറത്തു വന്ന് ഹാലിളക്കുമ്പോൾ പുറത്തേക്ക് വന്ന് തലകുനിഞ്ഞ് നിൽക്കുക, കഴുത്ത് നീട്ടിക്കൊടുക്കുക, വെട്ടാൻ എന്ന രീതിയിലായിരുന്നല്ലോ കേരളത്തിലെ കാര്യങ്ങൾ. പക്ഷെ അതുപോലെ ആയില്ല ഗുജറാത്തിൽ എന്നതാണ് ഇവരെ ചൊടിപ്പിക്കുന്നത്. ഗുജറാത്തിൽ ഗോത്രയിൽ ഉണ്ടായ ഈ വിഷയത്തിന്റെയൊക്കെ മൂല കാരണത്തെ തമസ്കരിച്ചുകൊണ്ട് അതിന്റെ തിരിച്ചടിയെ മാത്രം പെരുപ്പിച്ചു കാണിക്കുന്നത് ഇരവാദ മുഴക്കലാണ്. ഇരവാദ മുഴക്കൽ ഇപ്പോ നോക്കൂ, ഇസ്രായേലിന്റെയും പലസ്തീന്റെയും കാര്യത്തിൽ പോലും നടക്കുന്ന എന്താണ്? അങ്ങോട്ട് ഒക്ടോബർ 7 2023 ഇവർ കയറി സീസ് ഫയറിനെ വയലേറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇനി ഇത്രയധികം ആളുകൾ പലസ്തീനിൽ മരിക്കുമായിരുന്നില്ലല്ലോ. അപ്പൊ ഇവർ ചെയ്യുന്ന അങ്ങോട്ട് കയറി ചൊറിയൽ എന്ന പരിപാടി നിർത്തിയാൽ, അതായത് അവരുടെ കൊലക്കത്തി താഴെ വെച്ചാൽ, ഹിന്ദു സമൂഹം എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും സമാധാനപ്രിയരായ, കൂടെ ജീവിക്കാൻ ഏറ്റവും ആഹ്ലാദപ്രദമായ സാഹചര്യം ഒരുക്കുന്ന ഒരു വലിയ വിശാല മനസ്സുള്ള സമൂഹമാണ്. അതിനെ പോലും കയറി ചൊറിയ എന്ന് പറഞ്ഞാൽ അപ്പൊ ഇവരുടെ ചില്ലറ സൂക്കേടൊന്നും ആയിരുന്നില്ല ആ സമയത്ത്. മാത്രമല്ല മോദിജി അവിടെ അധികാരത്തിലേറ്റ് അധികം കഴിയുന്നതിന് മുൻപേയാണിത്. അത് ആ ഒരു സർക്കാർ അധികം കഴിയുന്നതിന് മുൻപേ തന്നെ ഈ അദ്ദേഹത്തിനെ അങ്കലാപ്പിലാക്കുക എന്ന ഒരു തന്ത്രവും കൂടെ, രാഷ്ട്രീയ തന്ത്രവും കൂടെ ഇതിന് പിന്നിലുണ്ട്. ഒന്നത്. രണ്ടാമത്തത്, ഈ ചലച്ചിത്രത്തെ പറ്റി പറയാൻ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കാരണം ഇത് എടുത്തിരിക്കുന്നത് പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന പഴയ അന്തരിച്ച നടൻ സുകുമാരന്റെ മകനാണ്. ഈ സുകുമാരന്റെ മകൻ സത്യത്തിൽ ഇതിൽ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയത്, മോഹൻലാലിന്റെ യുഗം കഴിഞ്ഞു, ഇനി ആ സ്ഥാനത്തേക്ക് ഒരുപക്ഷെ അതിലും മേലെ സംവിധായകൻ അടക്കമായി ഞാൻ വന്നിരിക്കുന്നത് പൃഥ്വിരാജ് സുകുമാരനാണ്. മോഹൻലാലിന്റെ അഭിനയ കരിയറിന്റെ ഒടുക്കമായിട്ടാണ് ഈ സിനിമ ഇവർ തന്നെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. കാരണം ആ വലിയ സിനിമയിൽ ആകെ 5 or 6 ഡയലോഗ് മാത്രമാണ് ഈ മഹാനടന് കൊടുത്തിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷെ ഇദ്ദേഹത്തെ വെച്ച് പ്രൊമോഷൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ജനങ്ങളുടെ തള്ളിക്കയറ്റം, ടിക്കറ്റിന്റെ ചിലവാകൽ എല്ലാം മുൻകൂട്ടി കണ്ടൊരു നല്ല സാമർഥ്യമുള്ള ബിസിനസ്സുകാരൻ തന്നെയാണ് പൃഥ്വിരാജ് സുകുമാരൻ. പക്ഷെ പൃഥ്വിരാജ് സുകുമാരൻ മറന്നു പോകുന്ന ഒന്നുണ്ട്. ഇവിടുത്തെ സാധാരണക്കാരനായ ഹിന്ദുവിന് ഇന്നത്തെ കാലത്ത് കൃത്യമായ രാഷ്ട്രീയം അറിയാം. രാഷ്ട്രീയം മാത്രമല്ല, താങ്കളുടെ പൂർവികരോട് എന്താണ് ജിഹാദികൾ ചെയ്തു വെച്ചിട്ടുള്ളതെന്ന കാര്യത്തെ പറ്റി നിങ്ങളാരും പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമില്ല. വളരെ കൃത്യമായി ഓരോ ദിനവും ഹിന്ദുക്കൾ പത്രത്തിലൂടെയും മാധ്യമങ്ങളുടെയും വായിച്ചും കേട്ടും നേരിട്ട് അനുഭവിച്ചും. കാരണം 2003 2002 ഈ ഫെബ്രുവരി 27 ഈ ഗോത്രയിലെ ഇൻസിഡന്റ് ഉണ്ടായത്. 2003 മെയ് 1 എന്താ ചെയ്തത്? കോഴിക്കോട് മാറാട് കടപ്പുറത്ത് വിശ്രമിക്കുകയായിരുന്ന 9 ചെറുപ്പക്കാരെ വെട്ടി നുറുക്കി കൊന്നില്ലേ?
അപ്പൊ ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെ സമൂഹം ഞെട്ടലോടെ വേദനയോടെ കണ്ടു നിൽക്കുന്നുണ്ട്. അപ്പൊ കൊലക്കത്തി താഴെ വെക്കേണ്ടത് ആരാണ് എന്നൊരു സൂചന അല്ലെങ്കിൽ ഒരു തിരിച്ചടി ഗുജറാത്തിൽ മാത്രം കിട്ടിയതിന്റെ വേദന പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും മാറാതെ അതിനെപ്പറ്റി ഇടതുപക്ഷ ബുദ്ധിജീവികളെ കൊണ്ട്, കോൺഗ്രസിലെ നേതാക്കന്മാരെ കൊണ്ട് നിരന്തരം പറയിപ്പിച്ച് ഹിന്ദു സമൂഹം എന്തോ വലിയ അക്രമികളാണ്. അത് അങ്ങനെയാണ് രാഹുൽ ഗാന്ധി ഒരിക്കല് വിക്കിലീക്സ്, ജൂലിയൻ അസൈഞ്ചിന്റെ വിക്കിലീക്സിൽ രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രസ്താവനയുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഇസ്ലാമിക് ടെററിസം അല്ല സത്യത്തിൽ ഭാരതത്തെ ബാധിക്കുന്ന പ്രശ്നം, അത് ഹിന്ദു ടെറർ ആണെന്ന്. അപ്പൊ ഹിന്ദു ടെറർ എന്നൊരു പദം പോലും സൃഷ്ടിച്ചത് ഈ രാഹുൽ ഗാന്ധിയാണ്. അങ്ങനെ ഹിന്ദുക്കളെ ജിഹാദികൾക്ക് സമമായോ അല്ലെങ്കിൽ ജിഹാദികളെക്കാൾ മോശമായോ ചിത്രീകരിക്കാൻ വേണ്ടി വെമ്പുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഭാരതത്തിലുണ്ട്, അത് കോൺഗ്രസ് ആണ്. യാതൊരു സംശയമില്ലാണ്ട് പറയാതെ ആ കോൺഗ്രസ് ഇന്ന് ഇപ്പോ ഉപ്പുവെച്ച കലം പോലെ ഭാരതം മുഴുവൻ അനാഥപ്രേതം പോലെ നടക്കുന്നതിന്റെ കാരണവും ഞാൻ പറയുന്ന RSSന്റെയോ BJPയുടെയോ പ്രവർത്തനത്തെക്കാൾ ഒക്കെ ഉപരി ഹിന്ദു സമാജത്തിന് ഹൃദയത്തിൽ മുറിവേറ്റുന്ന സംഭവങ്ങൾ തുടരെ വരുമ്പോൾ ഏത് ജനതയാണ് ചിന്തിക്കാത്തത്, ഞങ്ങളുടേതായ ഒരു ഭരണം വരണം, ഞങ്ങൾക്ക് സംരക്ഷണം കിട്ടണം, ഞങ്ങൾ വഴിച്ചെണ്ടയല്ല, അമ്പലമണിയല്ല, അങ്ങനെ ചിന്തിക്കുന്ന ഒരു സമൂഹം ഉണ്ടായി വന്നു. സത്യത്തിൽ ഹിന്ദുക്കൾ സംഘടിക്കാൻ കാരണം RSS ആണെന്ന് ഞാൻ പ്രാഥമികമായിട്ട് പറയില്ല. പ്രാഥമികമായിട്ട് അത് ഇസ്ലാമിക ശക്തികളുടെ ക്രൂരവും നിന്ദ്യവുമായ അസഹിഷ്ണുതയും ആക്രമണങ്ങളുമാണ്. അത് RSSോ BJPയോ ഉണ്ടാവുന്നതിന്റെ പതിറ്റാണ്ടുകൾക്കും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഖിൽജിയും മുഹമ്മദ് ഗോറിയും ഒക്കെ നടത്തിയ ക്രൂരമായ ആക്രമണങ്ങളാണ് ഇവരെ പറ്റി മാറി ചിന്തിക്കാൻ ഹിന്ദു സമൂഹത്തെ പ്രേരിപ്പിച്ചത്. അപ്പൊ ആ താഴെകളൊന്നും പറയാതെ കണ്ട് ഗുജറാത്ത് കലാപത്തെ ഉയർത്തി കാണിക്കുന്നതിന്റെ കാരണം ഹിന്ദു ടെററിസം ഒരു യാഥാർത്ഥ്യമാണെന്നും RSS ഒരു ഹിന്ദു ടെററിസ്റ്റ് ഔട്ട്ഫിറ്റ് ആണെന്നും BJP ഇപ്പോൾ അധികാരത്തിൽ വന്നിരിക്കുന്നത് ഹിന്ദു ടെറർ എൻകാഷ് ചെയ്തിട്ടാണെന്നും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് സമർത്ഥമായി ജിഹാദി ഫണ്ടിങ്ങോടുകൂടി എടുത്ത ഒരു ചിത്രമാണിത്. എന്റെ മറ്റൊരു വിഷയം പറയാം. മോഹൻലാൽ എന്ന് പറഞ്ഞ നടൻ ഒരു 15-20 വർഷമായിട്ട് അഭിനയം മറന്നയാളാണ്. അത് യാതൊരു സംശയവും. നിങ്ങൾ അയാളുടെ ഒരു 20 വർഷത്തിന് ശേഷം, അതായത് 1999 ശേഷം 2000 ആണ്ട് പിറന്നതിന് ശേഷം അയാളുടെ മുഖത്ത് കാര്യമായ മാറ്റം, പ്രായത്തിന്റെ മാത്രമല്ല, അയാൾക്ക് അഭിനയം എന്നതും മറന്നുപോയിരിക്കുന്നു. നമ്മളെ നാട്ടിൽ പണ്ട് പറയും നെയ്യ് കുടിച്ചതുപോലെ. എന്നുവെച്ചാൽ ആയുർവേദ ചികിത്സയുടെ ഭാഗമായിട്ട് നെയ്യ് കുടിച്ചു കഴിഞ്ഞാൽ അധികം അനങ്ങാൻ പാടില്ല, മുഖമൊന്നും അധികം അനക്കരുത്, ശരീരം അനക്കാൻ പാടില്ല. നെയ്യ് കുടിച്ചതുപോലെയാണ് മിക്ക ചലച്ചിത്രത്തിൽ അഭിനയിക്കുന്നത്. കൈ മാത്രം ഇങ്ങനെ ചലിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പൊ മോഹൻലാലിന്റെ അഭിനയം എന്ന് പറയുന്നത്. നിങ്ങൾ ചിലപ്പോൾ പറയും നീ ഒരു വർഗീയവാദിയാണ്, അതുകൊണ്ട് നിനക്ക് നിന്റെ മതത്തെ പറഞ്ഞപ്പോൾ മോഹൻലാൽ അതിൽ അഭിനയിച്ചപ്പോൾ നീ മോഹൻലാലിനെ കുറ്റം. അങ്ങനെയല്ല. ഞാൻ ഇതിന് മുൻപും ഈ എമ്പുരാൻ ഇറങ്ങുന്നതിന്റെ ഒരു 5 വർഷം മുമ്പ് ഞാൻ ഫേസ്ബുക്കിൽ പരസ്യമായി എഴുതിയിട്ടുണ്ട്. ഒരു കാലത്ത് അനേകം കിളികൾക്കും മറ്റും വീടായിരുന്ന ഒരു വൻ വൃക്ഷം, അനേകർക്ക് തണലേകിയ ദാഹമകറ്റിയ ഒരു വൻ വൃക്ഷം ഇന്ന് ഇല പൊഴിച്ചു നിൽക്കുകയാണെന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. ഇന്ന് മോഹൻലാൽ വെറും ഒരു മരുപ്പറമ്പിലെ മരം മാത്രമാണ്. നമ്മുടെ ഡോക്ടർ സുകുമാർ അഴീക്കോടിന്റെ ഒരു പദം കടമെടുത്ത് പറയുകയാണെങ്കിൽ മോഹൻലാലിനെ പറ്റി പറഞ്ഞത്, ഡോക്ടർ സുകുമാർ അഴീക്കോട് പറഞ്ഞു ഇയാൾ ഒരു കങ്കാളമാണ് എന്ന്. അത് സത്യമാണ്. മോഹൻലാൽ ആത്മാവില്ലാത്ത വെറും ഒരു എന്താ പറയുക അസ്ഥികൂടമായി മാറിയിട്ട് കാലമേറെ. ഇദ്ദേഹത്തിന് ആത്മാവില്ലാത്തതുകൊണ്ടല്ലേ കിവി ഐസ്ക്രീമിന്റെ പരസ്യം മുതൽ കക്കൂസ് ടാങ്കിന്റെ പരസ്യത്തിൽ വരെ കാശ് വാങ്ങി അഭിനയിക്കുന്നത്? എന്തെങ്കിലും തത്വദീക്ഷയുണ്ടോ? ഞാൻ ഇപ്പൊ ചോദിച്ചത്, ഇപ്പൊ എന്നോട് പലരും പറയുന്നു, സുഹൃത്തുക്കൾ പറയുന്നു, അങ്ങനെ ലാലേട്ടനെ പറ്റി പറയരുത്. ലാലേട്ടൻ സ്വാമി വിവേകാനന്ദനോ ശങ്കരാചാര്യോ ഒന്നുമല്ല. എനിക്ക് അനിഷേധ്യമായ അപ്രതിരോധ്യമായ ഒരു വിധേയത്വമോ ശരണാഗതിയോ പ്രാപിക്കാൻ അങ്ങനത്തെ ഒരാളൊന്നും അല്ല മോഹൻലാൽ. മോഹൻലാൽ കേവലം ഒരു നടനാണ്. നമ്മെ രസിപ്പിക്കുന്ന, രസം പ്രദാനം ചെയ്യുന്ന അഭിനയം എന്ന കലയുടെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല നടന്മാരിൽ ഒരാളായിരുന്ന ആളാണ്. ആ ബഹുമാനവും പ്രേമവും ഒക്കെ നമ്മൾ ആ കാലത്ത് കാണിച്ചിട്ടുമുണ്ട്. ഇടികൂടി ടിക്കറ്റ് വാങ്ങി ഞാനും സിനിമ കണ്ടിട്ടുണ്ട്, സ്ഫടികം കണ്ടിട്ടുണ്ട്, കമലദളം കണ്ടിട്ടുണ്ട്, വാനപ്രസ്ഥം കണ്ടിട്ടുണ്ട്, ഇരുവർ എന്ന പടം കണ്ട്. എല്ലാറ്റിലും ലോകത്തെ ഏറ്റവും മികച്ച അഭിനയ ശേഷിയുള്ള 10 നടന്മാരിൽ ഒരാൾ തന്നെ ആയിരുന്നു. ഞാൻ അത് പാസ്റ്റ് ടെൻസ് ആണ് പറയുന്നത്. പക്ഷെ ആ മനുഷ്യൻ ഒരു 10, 15, 20 കൊല്ലമായിട്ട് ഇങ്ങനെ മുഖഭാവങ്ങൾ ചത്തുപോയൊരു മനുഷ്യനെ വേറെ ഞാൻ കേരളത്തിൽ കണ്ടിട്ടില്ല. കേരളത്തിന്റെ പ്രത്യേകത, നമ്മുടെ മലയാള ചലച്ചിത്ര രംഗം എന്ന് പറയുന്നത് വളരെ സമ്പുഷ്ടമാണ്, സമ്പന്നമാണ്. ശങ്കരാടി വരെയുള്ള അല്ലെങ്കിൽ മാമുക്കോയ വരെയുള്ള നടന്മാരൊക്കെ അതിഗംഭീരമായി പെർഫോം ചെയ്യുന്ന ഒരു നാടാണിത്. അത്ര ഗംഭീരന്മാരെ നടന്മാരുണ്ട് ഇവിടെ. ഞാൻ വളരെ ലളിതമായ ഒരു ചോദ്യം ചോദിക്കട്ടെ. മമ്മൂട്ടി എന്ന ഒരു നടൻ, മമ്മൂട്ടി ഒരു ഇദ്ദേഹത്തിനെ പോലെ തന്നെ കാണപ്പെടുന്ന അത്രയും സൂപ്പർ സ്റ്റാർ, മെഗാ സ്റ്റാർ ആണല്ലോ. മമ്മൂട്ടിയുടെ അടുത്ത് കൊണ്ടുപോയിട്ട് ഒരു തിരക്കഥ ഇസ്ലാമിക സമാജത്തെ അല്ലെങ്കിൽ ഇസ്ലാമിനെ നേരിട്ട് കുറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഇസ്ലാമിക സമൂഹത്തെ ഒരു ടെറർ ഗ്രൂപ്പായി ചിത്രീകരിക്കുന്ന ഒരു തിരക്കഥ കൊടുത്താൽ അയാൾ അത് വായിച്ചിട്ട് അതിൽ അഭിനയിക്കുമോ?
ഒരിക്കലും ചെയ്യില്ല. അയാൾക്ക് ഇനി എത്ര കോടി കൊടുക്കാന്ന് പറഞ്ഞാൽ ആളിത് ചെയ്യില്ല. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഹിന്ദുക്കളുടെ ചുമലിൽ കയറി ലെഫ്റ്റനന്റ് കേണല് മറ്റേത് ഭരത് ഗോപ്പ് കുറച്ചൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഹിന്ദുക്കൾക്കെതിരെ ഒരു കഥ. അതും നിങ്ങൾ ആലോചിക്കണം. ബജ്രംഗ് എന്നൊരു പദം അതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ സിനിമ കണ്ടിട്ടില്ല എന്ന് ആദ്യമേ പറഞ്ഞു. ബജ്രംഗ് എന്നൊരു പദം അതിൽ ഉപയോഗിച്ചിരിക്കുന്നു. അടി കൊള്ളേണ്ടതല്ലേ ഇപ്പൊ പൃഥ്വിരാജ് സുകുമാരന്? ആരാണ് ബജ്രംഗി? സീതാമാതാവിനെ അന്വേഷിച്ച് കണ്ടെത്തിയ നമ്മുടെ അഭിമാനപാത്രമായ നിത്യബ്രഹ്മചാരിയായ നമ്മുടെ ശക്തിയുടെ പ്രതീകമായ നമ്മുടെ പ്രതിരോധത്തിന്റെയും തിരിച്ചടിയുടെയും പ്രതീകമായിട്ടുള്ള ബജ്രംഗ് ബലി എന്ന മുദ്രാവാക്യത്തിലൂടെ നമ്മൾ ഓർക്കുന്ന സാക്ഷാൽ ഹനുമാൻ സ്വാമിയല്ലേ അപമാനിച്ചിരിക്കുന്നത്? ഹനുമാനെ അപമാനിക്കും വിധം ബജ്രംഗ് എന്നൊരു പദമെടുത്ത് അതൊരു ഹിന്ദു ടെറർ ഔട്ട്ഫിറ്റിന്റെ പേരാണെന്ന് കൊടുത്താൽ എന്താ അർത്ഥം? വിശ്വ ഹിന്ദു പരിഷത്തിന്റെ യുവവിഭാഗമായ ബജ്രംഗ് ദളിനെ അല്ലേ അവിടെ പരോക്ഷമായി സൂചിപ്പിച്ചിരിക്കുന്നത്? അങ്ങനെ നമ്മുടെ സമാജത്തിന്റെ അഭിമാന ബിംബങ്ങളെല്ലാം പച്ചയ്ക്ക് തെറി വിളിക്കുന്ന ഒരു പടത്തിൽ കയറി അഭിനയിക്കാൻ ഇങ്ങനെ കാശു മാത്രമേ നോക്കിയുള്ളൂ എന്ന് പറയുമ്പോൾ എനിക്ക് വളരെ അത്ഭുതം തോന്നുകയാണ്. അതെ, ചില അടുത്ത വൃത്തങ്ങൾ നൽകുന്ന ചില സൂചനകൾ കൂടിയുണ്ട് ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി. നമുക്ക് അതിന്റെ സോഴ്സ് പറയാൻ സാധിക്കുകയില്ലെങ്കിൽ പോലും ഇതിലെ മോഹൻലാലും അല്ലെങ്കിൽ അടുത്ത വൃത്തങ്ങൾക്കൊക്കെ തന്നെ ഇതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു എന്നുള്ള രീതിയിൽ ആ വാദം തെറ്റാണ്. ആ വാദം 100% തെറ്റാണ്. അതെന്താന്ന് വെച്ചാൽ ആശീർവാദ് പ്രൊഡക്ഷൻസ് ഇപ്പൊ കുറച്ച് പൈസ അവരുടെ വായിൽ തിരികിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് മാനസിക വിഷമമുണ്ട്, ഇത്തരത്തിലൊരു അജണ്ട ഉണ്ടായിരുന്നതായി അയാളുടെ ഞാൻ പറയട്ടെ ഒരു സെക്കൻഡ്. ആശീർവാദ് സിനിമാസ് ആണല്ലോ ഇതിൽ പണം മുടക്കുന്ന മേജർ ഷെയർ എടുക്കുന്നത്. അത് ആരുടേതാണ്? അത് മോഹൻലാലിന്റേതാണ്, അല്ലെങ്കിൽ മോഹൻലാലിന്റെ ബൂസം ഫ്രണ്ട് ആയിട്ടുള്ള പിന്നെ ആന്റണി പെരുമ്പാവൂരിന്റേതാണ്. അയാള് ഈ മോഹൻലാലിനെ വെച്ചിട്ട് ഇങ്ങനെ ഒരു കെണിയിൽ കൊണ്ടപ്പെടുത്തും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ക്യാരക്ടറിന്റെ എല്ലാ വശങ്ങളും പഠിക്കാതെ അഭിനയിക്കുന്ന ഒരു മണ്ടനാണോ ഇദ്ദേഹം? അല്ലെങ്കിൽ ഒരു തിരക്കഥ ഇവർ പറയുന്ന ഒരു ന്യായം എന്ന് പറഞ്ഞാല് പടം ഏകദേശം ഹിന്ദുക്കളെ വല്ലാതെ നോവിക്കുന്നതാണെന്ന്, അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ആഭ്യന്തര മന്ത്രി അമിത്ഷാ ആണ് ഈ കണ്ട ക്രൂരതയൊക്കെ ചെയ്യുന്നെന്ന് പറഞ്ഞാൽ അത് കൃത്യമായ ടെറർ ഫണ്ടിങ്ങിൽ ഉണ്ടായ പടമല്ലേ? ആർക്കാണ് അമിത്ഷായോട് ഇത്രയധികം ദേഷ്യമുള്ളത്? ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ടുകാരനാണ്. ഇവിടുത്തെ ഇന്ത്യൻ ഹമാസ് ആയിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിനാണ് അമിത്ഷായോട് ഇത്രയും ദേഷ്യമുള്ളത്. അവരുടെ ദേഷ്യം 2 കാര്യത്തിലാണ്. അവരുടെ മാതൃരാഷ്ട്രമായ പാകിസ്ഥാന്റെ ഭാഗമാണെന്ന് അവർ ക്ലെയിം ചെയ്യുന്ന കശ്മീരിനെ സ്വതന്ത്രമാക്കിയത്, അല്ലെങ്കിൽ 370 റിപ്പീൽ ചെയ്ത് കളഞ്ഞതിന്റെ ദേഷ്യമാണത്. കശ്മീരിലെ സ്ത്രീകൾ തലമറയ്ക്കാതെ നടക്കുന്നതിന്റെ വിഷമമാണത്. കശ്മീരിൽ എന്നും ബോംബ് പൊട്ടാത്തതിന്റെ വിഷമമാണത്. കശ്മീരിൽ നമ്മുടെ സൈന്യത്തിന് നേരെ കല്ലേറ് നടക്കാത്തതിന്റെ രോഷമാണത്. അപ്പൊ ഇത് ടെറർ ഫണ്ടിങ്ങിന് ഇറങ്ങിയ പടമാണെന്ന് കാണാൻ ഇയാൾക്ക് അറിഞ്ഞൂടെ? അത്ര ബോധമില്ലേ? അങ്ങനെ ഒരാൾ എങ്ങനെ ലഫ്റ്റനന്റ് കേണലായിട്ട് തുടരുക? അത് അപമാനമല്ലേ നമ്മുടെ സൈന്യത്തിന്? നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തര മന്ത്രിയെ പരസ്യമായി തെറി വിളിക്കുന്ന ഒരു പടത്തിൽ പോയിട്ട് തലവെച്ച് കൊടുത്തിട്ട് അയ്യോ ഞാനെന്ന് പറഞ്ഞില്ലേ രാമനാരായണ, അങ്ങനെയാണെങ്കിൽ പരസ്യമായി ഈ പണം വാങ്ങിയ പണം തിരിച്ചു കൊടുത്തിട്ട് ഹിന്ദു സമാജത്തോട് മാപ്പ് പറയട്ടെ. അപ്പൊ ഇതൊക്കെ ന്യായീകരണ തൊഴിലാളികൾ ഇറങ്ങിയിരിക്കുകയാണ്. കാരണം അയാളുടെ കൂടെ നിന്നിട്ടൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി കൊതിച്ചോടുന്ന വിഡ്ഢികളായ ചെറുപ്പക്കാരുണ്ട് ഇവിടെ. അവരുടെ വിഷമമാണത്. അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ അവർ ഇതിനകത്ത് കയറിയിട്ട് പറയും സിനിമയായി കണ്ടാൽ പോരെ, സിനിമയായി കണ്ടാൽ മതിയെങ്കിൽ ഇവരെന്താ കാശ്മീർ ഫയൽസിൽ അങ്ങനെ കാണാത്തത്? എന്തെല്ലാം തെറി വിളിച്ചു നമ്മുടെ പ്രധാനമന്ത്രിയെ വിളിച്ചില്ലേ, നമ്മുടെ ആഭ്യന്തരമന്ത്രിയെ വിളിച്ചില്ലേ? കശ്മീരി ഫയൽസ് ഇറങ്ങിയപ്പോൾ എന്താ ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ പ്രതികരണം എന്തായിരുന്നു? ഇവിടുത്തെ ജിഹാദികളുടെ പ്രതികരണം എന്തായിരുന്നു? കോട്ടെ കേരള സ്റ്റോറി, ജിഹാദികളുടെ മതം മാറ്റം, ലവ് ജിഹാദിനെ പറ്റിയിട്ട് ഒരു മൂവി ഇറങ്ങിയപ്പോൾ ഇവിടെ എന്തൊക്കെയായിരുന്നു സെൻസറിങ് നടന്നത്, സോഷ്യൽ സെൻസറിങ്. അപ്പൊ നമ്മൾ ആരെങ്കിലും പറഞ്ഞോ സിനിമയെ കണ്ടാൽ മതി എന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. അപ്പൊ ഹിന്ദുക്കൾക്കെതിരെ വരുമ്പോൾ സിനിമയെ കണ്ടാൽ മതി എന്ന് പറയുന്നവർ ഈ പറഞ്ഞ അച്ചാരം പറ്റുന്നവരാണ്. അല്ലാത്തൊക്കെ പറയുന്ന യാതൊരു മടിയുമില്ല. ഇവരുടെ ഈ ആശീർവാദിന്റെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രൊഡക്ഷൻ കമ്പനികളുടെയോ കയ്യിൽ നിന്ന് ലാലേട്ടനെ പറയല്ലേ എന്ന് പറഞ്ഞ് കാശ് വായിൽ തിരുകുന്ന ചിലർ കുരയ്ക്കുന്നതാണ്. ലാലേട്ടൻ തിരക്കഥ കണ്ടില്ല, തിരക്കഥ കാണാതെ സിനിമയിൽ അഭിനയിക്കുന്ന നടന്ന അവാർഡ് കൂടി അദ്ദേഹത്തിന് കിട്ടണം. ഇനി തിരക്കഥ വായിക്കാതെ സിനിമയിലെ കഥയറിയാതെ ആട്ടം കാണുക എന്ന് പറഞ്ഞാൽ കഷ്ടമാണ് കഥ അറിയാതെ ആടുക എന്നുള്ളത്. നമ്മൾ ആട്ടം കാണുന്നല്ലേ ഉള്ളൂ. അപ്പം അതൊക്കെ വെറും പൊള്ള വർത്തമാനമാണ്. ഈ മോഹൻലാൽ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ആരോടും യാതൊരു കൂറും സ്നേഹമില്ലാത്ത വ്യക്തിയാണ്. അദ്ദേഹത്തിന് കൂറുള്ളത് നോട്ടിലെ ഗാന്ധിയോട് മാത്രമാണെന്നാണ് ഞാൻ ഈ പറഞ്ഞ അടുത്ത വൃത്തങ്ങൾ അറിഞ്ഞത്. നിങ്ങൾ ഒരു അടുത്ത വൃത്തം പറഞ്ഞല്ലോ. എനിക്ക് ഇത്രയേ ഉള്ളൂ. എനിക്ക് മോഹൻലാൽ കാശുണ്ടാക്കുന്നതിലോ പിന്നെ സീരിയലിൽ അഭിനയിക്കുന്നതിലോ അല്ലെങ്കിൽ പരസ്യത്തിൽ അഭിനയിക്കുന്നതിലോ എനിക്ക് വിഷയമില്ല. എന്റെ വിഷയം എന്റെ രാജ്യത്തെ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തെ തുടർന്ന് എന്റെ രാജ്യത്തെ അപമാനിച്ചാൽ, എന്റെ ഹിന്ദു ധർമ്മത്തെ അപമാനിച്ചാൽ
അലറി വിളിച്ച് വെന്തു മരിച്ച ശ്രീരാമ ഭക്തരെ അപമാനിച്ചാൽ ഒരു കാരണവശാലും അത് കേട്ടോണ്ടിരിക്കുകയില്ല. അത് മോഹൻലാൽ അല്ല, ഇനി സാക്ഷാൽ ദേവേന്ദ്രൻ പറഞ്ഞാൽ അയാളുടെ തന്തയ്ക്ക് ഞങ്ങൾ വിളിക്കും. അതാണ് നമുക്ക് എന്താണെന്നറിയോ, ഹിന്ദു പോളിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്കറിയാമോ? മോദിജിയുടെ ആരാധകരാണ് നമ്മളിപ്പോൾ. ഇതേ മോദിജി നാളെ ഹിന്ദു വിരുദ്ധമായോ അല്ലെങ്കിൽ ഇന്ത്യ വിരുദ്ധമായോ പറഞ്ഞാൽ നമ്മൾ നേരെ തിരിയും. അതായത് ഈ RSS എന്ന് വിളിക്കുന്ന ഒരു പർട്ടിക്കുലർ പോളിറ്റി എന്താണെന്നറിയാമോ? രാഷ്ട്രബോധം മാത്രം കൊണ്ട് നടക്കുന്ന, അതായത് രാഷ്ട്രബോധം ചെലുത്തപ്പെട്ടവരാണ്. അവർക്ക് അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും മാറിയാൽ അവർ തിരിയും. അല്ലാതെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ കഞ്ചാവ് കൊടുത്ത് വളർത്തുന്ന പേപ്പട്ടികളെ പോലെ അല്ല ഇത്. അങ്ങനത്തെ ഒരു പോളിറ്റി അല്ല ഇത്. നിങ്ങൾ ആരുമായിക്കോട്ടെ, ഒരു ബേസിക് ടെനറ്റ്സ് ഉണ്ട്, ചില തത്വങ്ങളുണ്ട്. ആ തത്വങ്ങൾക്ക് വിരുദ്ധമായി ആര് പോയാലും, ഗുരുമൂർത്തി പോയാലും ശശികല ടീച്ചർ പോയാലും പിന്നെ ബാബു പോയാലും ആര് പോയാലും ഈ പോളിറ്റി തെറി വിളിക്കും. കാരണം ഈ പോളിറ്റിയുടെ ബേസിക് ടെനറ്റ്സ് എന്ന് പറഞ്ഞാൽ അത്ര രൂഢമൂലമാണ്. 1921 മുതൽ 1921 മുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ക്രൗര്യം ഓർക്കുന്ന തലമുറയാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ഇവരോട് പോയിട്ട് നിങ്ങൾ പറയാം ലാലേട്ടൻ ഒരു കുഞ്ഞ് തെറ്റ് പറ്റിയെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റില്ല. തെറ്റ് പറ്റുകയും അതിന് കാശ് വാങ്ങുകയും ചെയ്യുന്ന ആദ്യത്തെ പരിപാടിയല്ലേ? കാശ് വാങ്ങാതെ അഭിനയിച്ചൊന്നുമല്ലല്ലോ. ഇതിന്റെ ലാഭം ഇദ്ദേഹത്തിന് തന്നെയല്ലേ വരുന്നത്, അല്ലാണ്ട് ഗുരുമൂർത്തിക്കല്ലല്ലോ വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ കങ്കാളത്തെയൊക്കെ നമ്മൾ ചുമക്കേണ്ട ഒരു കാര്യവുമില്ല. അഴീക്കോട് മാഷോട് ഇപ്പൊ ഒരു നന്ദി സ്നേഹം തോന്നുന്നു ഈ ഒരു വാക്ക് പ്രയോഗിച്ചതിൽ. കാരണം കങ്കാളത്തിന് ആത്മാവില്ലല്ലോ. ആത്മാവുള്ളപ്പോഴേ കുറ്റബോധവും ആത്മരോഷവും ആത്മധർമ്മബോധവും ഒക്കെ വരേണ്ട ഒന്നുമില്ലല്ലോ. ഇപ്പോ ആത്മാർത്ഥതയും വേണ്ട. ഇപ്പൊ ഞാൻ പറയുന്നത് ഇവിടെ മോഹൻലാലിന്റെ, ഞാനൊരു മോഹൻലാല് ഫാൻ തന്നെ ആയിരുന്നു, കാരണം ഒരു 15 വർഷം മുമ്പ് വരെ. പിന്നെ ഒരു ടിപ്പിക്കൽ എന്താ പറയാ, ഈ ബൊമ്മയെ പോലെ നെയ്യ് കുടിച്ച പോലെ ആടാൻ തുടങ്ങിയപ്പോൾ നമുക്ക് തോന്നി ഇയാളുടെ അഭിനയ കരിയർ തീർന്നും തോന്നി. എങ്കിലും അദ്ദേഹത്തെ ആരും ഒരു പദം കൊണ്ട് പോലും വേദനിപ്പിച്ചിരുന്നില്ല. കാരണം അദ്ദേഹം ഒരു നല്ല മനുഷ്യൻ എന്ന നിലയ്ക്കാണ് കണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ എനിക്ക് സംശയം തോന്നുന്നു. കാരണം അദ്ദേഹത്തിന്റെ കഴുത്തിൽ ഒരു കുരിശ് തൂങ്ങാൻ തുടങ്ങിയിട്ട് എന്റെ അറിവിൽ ഒരു വർഷത്തിലേറെയായി. ആ കുരിശ് കഴുത്തുനിന്ന് മാറ്റിയിട്ടേ ഇല്ല, പൊന്തയും കുരിശും. അപ്പൊ അത് എനിക്കതിന് വിഷമമൊന്നുമില്ല, അത് അയാളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. പക്ഷേ ധർമ്മബോധമുള്ള ഒരു ഹിന്ദുവിന് അത് ഞാൻ ചോദിക്കട്ടെ, ഒരു മമ്മൂട്ടി ഒരു നായരായിട്ട് അഭിനയിക്കുന്ന സിനിമ പ്രൊമോഷൻ നടക്കുമ്പോൾ മമ്മൂട്ടി പോയിട്ട് കുറി തൊട്ട് വന്നിരിക്കുവോ? ഇല്ല. അയാൾക്കറിയാം അയാൾ സിനിമയ്ക്ക് വേണ്ടി ആ വേഷം കെട്ടും, കുറി തൊടും, അമ്പലത്തിൽ പോയി തൊഴുന്ന കാണിക്കും. പക്ഷെ അയാളുടെ പേഴ്സണൽ റിലീജിയസ് ബിലീഫിനെ അയാൾ എവിടെയും ബലി കഴിക്കുന്നില്ല. ഇവിടെ സംഗതി അങ്ങനെയല്ല. ഇംഗ്ലീഷിൽ ചൊല്ലുണ്ട് ഗോ നേറ്റീവ് എന്ന്. ഒരാൾ ഇംഗ്ലണ്ടിൽ പോയ ഉടനെ കോട്ടും സൂട്ടും ഇട്ട് ആ തൃശ്ശൂർ വന്നപ്പോൾ ഊരിയില്ല എന്ന് പറഞ്ഞതിന് അർത്ഥം എന്താണെന്ന് വെച്ചാല്, ചിലരിങ്ങനെ ചിലരുടെ സാമ്പത്തിക വളർച്ചയിൽ റിമോട്ട് കൺട്രോൾ പ്രവർത്തിക്കുമ്പോൾ അവരുടെ മതത്തോട് വളരെയധികം ആഭിമുഖ്യം വരികയും അങ്ങനെ എന്തും ചെയ്യാൻ തയ്യാറാവുകയും ചെയ്യും. ബ്ലാക്ക് മാസിന്റെ ഒക്കെ ടീം പോലെയാണ് ഇപ്പൊ ഇവർ പ്രവർത്തിക്കുന്നത്. എല്ലാത്തിലും ഒരു ഇല്ലൂമിനാറ്റിയും ഒരു ബ്ലാക്ക് മാസും ഒരു ആന്റി ക്രൈസ്റ്റ്. ലൂസിഫർ എന്ന് പറഞ്ഞാൽ ആരാണ് ശരിക്കും? ക്രിസ്തീയ തിയോളജി പ്രകാരം ലൂസിഫർ ആരാണ്? സ്വർഗരാജ്യത്ത് നിന്ന് പുറത്താക്കപ്പെട്ട ചെകുത്താനല്ലേ? ലൂസിഫറിനെ വാഴ്ത്തുകയല്ലേ കേരളത്തിലെ രഹസ്യ ഗ്രൂപ്പായ ആന്റി ക്രൈസ്റ്റുകൾ ചെയ്യുന്നത്? അല്ല, കറുത്ത വസ്ത്രങ്ങൾ മാത്രം ഇട്ടിട്ട് പിന്നെ ബ്ലാക്ക് മാസ് നടത്തുന്ന ബ്ലാക്ക് മാസുകാരുടെ പരിപാടിയല്ലേ ഇത്? അതെ, അതുപോലെ അത്തരത്തിലുള്ള അദൃശ്യ ദുരൂഹ കരങ്ങൾ ഈ സിനിമയിലും ഉണ്ടോ എന്നുള്ളത് തന്നെയാണ്. ഉണ്ട്. ഇനി അദൃശ്യ കാര്യങ്ങൾ ഒന്നുമില്ലെങ്കിലും പോപ്പുലർ ഫ്രണ്ടിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഒരു സിനിമ എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരൊറ്റ ഹിന്ദു അതിനെ അംഗീകരിക്കില്ല. അത് നിങ്ങൾ RSS വിചാരിക്കണ്ട, ഒറ്റ ഹിന്ദു അതിനെ അംഗീകരിക്കും. ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി, പ്രത്യേക ലക്ഷ്യങ്ങളൊന്നുമില്ലാതെ ഒരു കച്ചവട സിനിമ മാത്രമാണ് എമ്പുരാൻ എന്നാണ് ഇടത് നിരീക്ഷകനായ ഡോക്ടർ ബി ജയരാജ് പറയുന്നത്. ഇതിൽ അതുമാത്രം ശ്രദ്ധിച്ചാൽ മതി, സിനിമയായി കാണണം എന്നുള്ളത്. അങ്ങനെ ഒരു പ്രൊപ്പഗൻഡ ഇതിലില്ല എങ്കിൽ എന്തുകൊണ്ടാണ് വർഷം, സംസ്ഥാനം, അവിടെ ഉണ്ടാകുന്ന കലാപം, അതിലുണ്ടാകുന്ന ഇര എന്നൊക്കെയുള്ള രീതിയിൽ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്? മറ്റെന്തെല്ലാം മാർഗങ്ങളുണ്ട് അങ്ങനെ ഒരു കച്ചവടവൽകൃത സിനിമയാണ് സമൂഹത്തിലേക്ക് എത്തിക്കേണ്ടതെങ്കിൽ? അപ്പോൾ ഇവിടെ ബോധപൂർവമായ ഒരു ശ്രമം നടന്നിരുന്നു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? അതിലൊരു രസകരമായ സംഗതി ഉള്ളത്, നമ്മുടെ ഡോക്ടർ ബി ജയരാജ് ഒരു ഇടതുപക്ഷ സഹയാത്രികനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിന്റെ നിലപാടുകൾ മുമ്പും ചർച്ചയ്ക്ക് ഞങ്ങൾ ഒരുമിച്ചിരുന്നത് കൊണ്ട് മനസ്സിലാക്കിയതാണ്. ആരാണ് ഇവിടെ ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ പറ്റി ക്ലാസ് എടുക്കുന്നതെന്ന് അത്ഭുതം തോന്നുകയാണ്. കണ്ണൂർ ജില്ലയില് വിനയ എന്നൊരു സ്ത്രീയുടെ പറമ്പിൽ നിന്ന് തേങ്ങ ഇടാൻ പോലും സമ്മതിക്കാത്ത ഒരു പാർട്ടിയാണ്. 6-ാം നൂറ്റാണ്ടിലെ ഇസ്ലാമിന്റെ ഏകോദര സഹോദരനാണ്. അതായത് തങ്ങൾക്ക് വെറുപ്പ് വന്ന് പറയട്ടെ സാറിന്റെ സമയത്ത് ഞാൻ ഇടപെട്ടില്ലല്ലോ. ഞങ്ങളുടെ പാർട്ടിക്ക് വെറുപ്പ് വന്നു കഴിഞ്ഞാൽ കിണറ്റിൽ മലം കൊണ്ടിടുക, ബാർബർ ഷാപ്പിൽ നിന്ന് മുടി മുറിച്ച് ഒന്നിച്ചു കൊണ്ടിടുക, കരിയോലൊഴിക്കുക, ഇങ്ങനത്തെ ലോകം കണ്ട ഏറ്റവും വലിയ നാറിത്തരം മുഴുവൻ കാണിക്കാൻ യാതൊരു മടിയില്ലാത്തൊരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ്. ആ പാർട്ടിയുടെ ആൾക്കാരാണ് പറഞ്ഞത് അഭിപ്രായ സ്വാതന്ത്ര്യം വേണം, എതിർ സ്വരങ്ങളെ അമർച്ച ചെയ്യരുത്. ഈ കുലംകുത്തി എന്ന് പ്രസംഗിച്ച് മുഖ്യമന്ത്രി അവിടുന്ന് പോയിട്ട് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ
അതുവരെ കൂടെ കൊണ്ടുനടന്നിരുന്ന TP ചന്ദ്രശേഖരന്റെ മുഖത്ത് 51 വെട്ടി ക്രൗര്യം തീർത്തവരാണ് ഈ പറയുന്നത് ഒന്നും ചെയ്യരുത്. ഇപ്പൊ ഒരു പാല് ചവച്ചു കുടിക്കുന്ന ആളുകളാണല്ലോ CPM-കാര്. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്നൊരു പടം മുരളി ഗോപി, ഇതേ മുരളി ഗോപി തിരക്കഥ എഴുതിയ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന പടത്തിന് കേരളത്തിൽ അൺഒഫീഷ്യൽ ബാൻ ഉണ്ടായിരുന്നു. പല തിയേറ്ററുകളിലും ഇത് സിനിമ പ്രദർശിപ്പിക്കാൻ സമ്മതിക്കാഞ്ഞത് ആരാണ്? ഇവിടുത്തെ DYFI-കാരാണ്. കാരണം അവരുടെ ഇപ്പോഴത്തെ എമ്പുരാനായ പിണറായി വിജയനെ നേരിട്ട് വിമർശിക്കുന്ന വ്യംഗ്യം അതിൽ പലപ്പോഴും കാണിച്ചതുകൊണ്ടാണ് ഹരീഷ് പേരടിയുടെ ക്യാരക്ടർ. അപ്പൊ പലയിടത്തും ഇത് പ്രദർശിപ്പിക്കാൻ അനുമതി ഉണ്ടായിരുന്നില്ല. മുരളി ഗോപി തന്നെ ഇത് പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യമാണ്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്നിട്ട് ഇപ്പൊ പറയണം, അയ്യോ നിങ്ങൾ എന്ത് മനുഷ്യരാണ്, നിങ്ങൾ ഏത് ലോകത്താ ജീവിക്കുന്നത്, നിങ്ങൾ സംഘികൾ എത്ര പഴഞ്ചന്മാരാണ്, നിങ്ങളൊന്ന് വിശാലമായി ചിന്തിക്കൂ. ഞാൻ ചോദിക്കട്ടെ, നിർമാല്യം സിനിമയില് ഭഗവതിയുടെ മുഖത്ത് പൂജകൻ തുപ്പി, വെളിച്ചപ്പാട് തുപ്പി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ട്. എങ്ങനെയാണ് വെളിച്ചപ്പാട് ആ തരത്തിലായത്? വെളിച്ചപ്പാടിന്റെ ഭാര്യയെ ഒരു മുസ്ലിം ക്യാരക്ടർ പോയിട്ട് നശിപ്പിക്കുന്ന, അവരുടെ പട്ടിണി മുതലെടുത്ത് നശിപ്പിക്കുന്ന കാര്യം എന്താ കേരളം ചർച്ച ചെയ്യാത്തത്? അത് പറയില്ല. വെളിച്ചപ്പാടിന്റെ ഭാര്യയെ വെളിച്ചപ്പാടില്ലാത്തപ്പോൾ വെളിച്ചപ്പാടിന്റെ ദാരിദ്ര്യം മുതലെടുത്ത് കൊണ്ടുപോയി പിഴപ്പിക്കുന്ന ഒരു മുസ്ലിം ക്യാരക്ടറെ പറ്റി ചർച്ച ചെയ്ത എന്താ? ഭഗവതിയുടെ മുഖത്ത് തുപ്പിയ മാത്രം പറയുന്നത് എന്താ? അപ്പൊ നിങ്ങളുടേതും സിലക്റ്റീവ് ക്രിറ്റിസിസമാണ്, ഒരു സംശയവുമില്ല. ലോകമെമ്പാടും സ്റ്റാലിനിസം വളർന്നത് സിലക്റ്റീവ് ക്രിറ്റിസിസത്തിലൂടെയാണ്. നിങ്ങൾക്ക് ഈ പറഞ്ഞ വിശാലതയൊന്നുമില്ല. നിങ്ങളുടെ പിണറായി വിജയനെ വിമർശിച്ചതിന്റെ പേരിലല്ലേ ഈ ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഭയന്ന് വന്ന് ചേർന്ന MR മുരളി അടക്കം ആൾക്കാരെ നിങ്ങൾ റോഡിലിട്ട് അടിച്ച് കയ്യും തലയും പൊട്ടിച്ചവരല്ലേ? അഭിപ്രായ സ്വാതന്ത്ര്യം ഉപയോഗിച്ചതിന്റെ പേരിലല്ലേ, അല്ലാണ്ട് അവർ പിണറായി വിജയന്റെ വീട് കല്ലെറിഞ്ഞതിന്റെ പേരില്ല. MR മുരളിയെ റോഡിലിട്ട് അടിച്ചില്ലേ? അയാൾ ഇപ്പൊ ഭയന്ന് നിങ്ങളുടെ കൂടെ കൂടിയിരിക്കുകയല്ലേ ദേവസ്വം ബോർഡിന്റെ ചെയർമാനായിട്ട്. പോട്ടെ, നമ്മുടെ ഷാജഹാനെ പിടിച്ച് അറസ്റ്റ് ചെയ്തില്ലേ? അല്ലെങ്കിൽ TP ചന്ദ്രശേഖരനെ വെട്ടി നുറുക്കി കൊന്നില്ലേ? ആരാണ് ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഒരു ക്ലാസ് എടുക്കുന്നത്? ലോകം കണ്ട ഏറ്റവും വലിയ ജനസൈഡ് നടത്തിയ സ്റ്റാലിന്റെ ആളുകളാണോ? അത്ഭുതം തന്നെ തോന്നുന്നു. പോട്ടെ, ഒരു കാര്യം പറയാം. ഈ ചലച്ചിത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വിഷയം പറയേണ്ടതുണ്ട്. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റിനെ ഇവര് സോഷ്യൽ സെൻസർഷിപ്പിന് വിധേയമാക്കി. ഇടതുപക്ഷം ഇവിടുത്തെ പല തിയേറ്ററുകളിലും ഇവര് ആളെ വെച്ച് കൂയിപ്പിച്ചും തിയേറ്ററിന് കല്ലെറിഞ്ഞും വഴിതടഞ്ഞും ഇത് പ്രദർശന അനുമതി നിഷേധിച്ച പടമാണ്. ഇതേ മുരളി ഗോപി ഈ പിണറായി വിജയനെ വിമർശിച്ചതിന്റെ പേരിൽ അവരാണ് പറയുന്നത്, സംഘികളെ നിങ്ങൾ വളരെ പഴഞ്ചന്മാരാണ്, മുരളി ഗോപിയുടെ പടത്തെ കലയായിട്ട് കാണേണ്ടതെന്നൊക്കെ. അതൊന്നും ഇങ്ങോട്ട് ഉപദേശിക്കേണ്ട. ഈ പടത്തിന് സെൻസർ ബോർഡ് ഒരു വിലക്കും കൊടുത്തില്ലല്ലോ. പടം ഇപ്പോഴും ഓടുന്നുണ്ടല്ലോ. ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിന് തടയാൻ നിങ്ങൾക്കാവില്ലല്ലോ. നിങ്ങളെ പോലെ മുരളി ഗോപിയുടെ കണ്ടി കൊണ്ടുപോയിട്ട് മുടി മുറിച്ചിടാനും അപ്പിയിടാനും ഞങ്ങൾ തയ്യാറല്ല. അങ്ങനത്തെ പരിപാടി ഞങ്ങളിലില്ല. ഒന്ന്. ഇനി വേറൊരു വിഷയമുള്ളത്, ഇവിടെ 1984 അടൂർ ഗോപാലകൃഷ്ണൻ ഇറക്കിയ മുഖാമുഖം എന്ന പടം അതും ഇത് തന്നെയായിരുന്നു. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവിനെ പറ്റിയുള്ള പടമാണ്. അതിനും സോഷ്യൽ സെൻസർഷിപ്പ് ഉണ്ടായിരുന്നു ഇവിടെ 84. അപ്പോ ഞങ്ങൾ ഇവിടെ പറയുന്ന അതല്ല. ഈ ഭാരതത്തിന്റെ അടിമത്തത്തിൽ നിന്ന് മതാധിഷ്ഠാനത്തിൽ ഉണ്ടായിട്ടുള്ള ഇസ്ലാമിന്റെ കടന്നുകയറ്റത്തെ തുടർന്ന് അനേകായിരം 48,000 ക്ഷേത്രങ്ങൾ ഭാരതത്തിലുടനീളം ഇസ്ലാമിന്റെ തേർവാഴ്ചയിൽ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ പ്രതീകങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. കാശി വിശ്വനാഥ ക്ഷേത്രമടക്കം മധുരയിലുമുണ്ട്. ശ്രീരാമ ജന്മഭൂമിയായി ഹിന്ദുക്കൾ അങ്ങേയറ്റം ആദരിക്കുന്ന അയോധ്യയിൽ ഉണ്ടായിരുന്ന തർക്കമന്ദിരം. എന്തുകൊണ്ടാണ് തർക്കമന്ദിരം എന്ന് പറയുന്നത്? ഇസ്ലാമിൽ ഒരു വ്യക്തിയുടെ പേരിൽ പള്ളി ഉണ്ടാവില്ല. ഇവിടെ ഒരു വ്യക്തിയുടെ പേരിലാണ് പള്ളി, ബാബർ പള്ളിയാണ്. ആ പള്ളി ഇവിടെ തൂണുകളടക്കം അസ്ഥിവാരമടക്കം ഹൈന്ദവ ക്ഷേത്രം പൊളിച്ചത് കൊണ്ടുണ്ടാക്കിയതാണെന്ന് KK മുഹമ്മദ് എന്ന ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സൂപ്രണ്ട് തന്നെ എഴുതിയിട്ടുണ്ട്. അല്ലെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഭാരതീയൻ എന്ന അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ പുസ്തകമുണ്ട്, മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിക്കുന്നത്, പോയി വായിച്ചു നോക്കും. അപ്പൊ നിങ്ങൾ പറയാം അത് സംഖ്യകൾ കാശ് കൊടുത്ത് എഴുതിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞ ഉടനെ അതൊക്കെ ഇങ്ങനെയാണ്, നിങ്ങൾ പറഞ്ഞാൽ അതൊക്കെ വളരെ വസ്തുതാപരമാണ്. അത്ര വർത്താനൊന്നും ഇങ്ങോട്ട് പറയണ്ട. ഒന്ന്. ഇനി ഇവിടെ ഈ എമ്പുരാൻ എന്ന ചലച്ചിത്രത്തിൽ ഇപ്പോ ജനം ടിവിയുടെ പോസ്റ്ററിൽ പോലും മോഹൻലാൽ ഇല്ല. അത് തെറ്റാണ്. മോഹൻലാൽ അറിഞ്ഞുകൊണ്ടും പണം മുടക്കിക്കൊണ്ടും തിരക്കഥ മനസ്സിലാക്കിക്കൊണ്ടും ഇറക്കിയ പടമാണിത്. അങ്ങനെ അദ്ദേഹത്തിന്റെ മുഖം രക്ഷിക്കാൻ ശ്രമിക്കുന്നതിൽ എനിക്ക് അർത്ഥമില്ല. പൃഥ്വിരാജ് സുകുമാരൻ, ഞാൻ ചോദിക്കട്ടെ, കേരളീയ ഹിന്ദുക്കളുടെ മേൽ ഇത്രയധികം ക്രൗര്യം അഴിച്ചുവിട്ട 1921 വർഗീയ ലഹള, മാപ്പിള ലഹളയെ സ്വാതന്ത്ര്യ സമരമായും മറ്റും ചിത്രീകരിക്കുന്ന ആ ഒരു നാരറ്റീവിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് ആണ് പൃഥ്വിരാജ് സുകുമാരൻ. മുമ്പും പറഞ്ഞിട്ടുണ്ട്, വാര്യൻ കുന്നനായിട്ട് അഭിനയിക്കാൻ അയാൾ തയ്യാറായിരുന്നതുമാണ്. ഇപ്പൊ അതേ വാര്യൻ കുന്നനെ ഒരു വേറെ തിരക്കഥയിലൂടെ ഒളിച്ചു കടത്തുകയാണ് ഇപ്പോൾ പൃഥ്വിരാജ് സുകുമാരനും മുരളി ഗോപിയോട് ചെയ്തിരിക്കുന്നത്. ഇവരെപ്പോഴും ഒരുമിച്ച് ചർച്ച ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതില് അവരുടെ സിനിമ നടന്നോട്ടെ,
ഞങ്ങൾക്ക് പറയാനുള്ളത് ഹിന്ദുക്കൾ എന്ന നിലയ്ക്ക് ഹേർട്ടായിട്ടുള്ള ഹിന്ദുക്കൾ എന്ന നിലയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. അതിൽ നിങ്ങൾക്ക് എന്താ വിരോധം? ഞങ്ങൾ അവരെ ആക്രമിക്കാൻ പോയില്ലല്ലോ, അവർ കൊല്ലം കുത്തികളാന്ന് പറഞ്ഞ് കൊല്ലാൻ പോയില്ലല്ലോ, അവരെ വണ്ടി വഴി തടഞ്ഞില്ലല്ലോ, പിന്നെ എന്താ ഇങ്ങനെ പറയുന്നത്? അപ്പൊ പിന്നെ ഒരു കാര്യം വളരെ നമ്മൾ കേരളത്തിൽ ഉണ്ടായ ഒരു വലിയ മാറ്റം, ദിലീപ് എന്നൊരു നടൻ മലയാള ചലച്ചിത്രത്തിന്റെ ഭൂരിഭാഗവും വിറ്റുവരവും മറ്റും നിയന്ത്രിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇവിടെ. ദിലീപിന്റെ കേസ് നടക്കുന്നു, അതുകൊണ്ട് അതിന്റെ ശരി തെറ്റുകളെ പറ്റി ഞാൻ പറയുന്നില്ല. പക്ഷേ ദിലീപ് എന്ന നടനെ ഡിസ്മാന്റിൽ ചെയ്യണം, അയാളുടെ സാമ്രാജ്യം തകർക്കണമെന്ന് ആഗ്രഹിച്ച ഒരാൾ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് എന്നെനിക്ക് പറയാൻ പറ്റും. ആ തകർക്കണമെന്നത് ആരുടെയൊക്കെ ആഗ്രഹമായിരുന്നു. അവിടുന്ന് ഹിന്ദു ക്യാരക്ടേഴ്സ് മുഴുവൻ വില്ലൻസായി മാറുന്നത് അസ്വാഭാവികമല്ലേ എന്നൊക്കെ ഒരു സാധാരണക്കാരനായ എന്റെ ചിന്തയിലുണ്ട്. അപ്പൊ ദിലീപിന്റെ സാമ്രാജ്യം തകർക്കണമെന്ന് ആഗ്രഹിച്ചവരൊക്കെ കേരളത്തിലെ ഒരു പ്രത്യേക സ്ഥലപ്പേരിൽ അറിയപ്പെടുന്ന ഒരു മാഫിയുമായിട്ട് ബന്ധപ്പെട്ടാണ് പൊതുവെ പറയാറ്. അപ്പൊ അവരവരുടെ ലക്ഷ്യം കൈവരിച്ചു, 150-200 കോടി അവർ കൈവരിച്ചു, വലിയ സിനിമകൾ ഉണ്ടാക്കുന്നു. നല്ലത് തന്നെ. ദിലീപ് കുറ്റക്കാരനല്ലെന്നോ കുറ്റക്കാരനാണെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ അത്തരത്തിലുള്ള ഒരു സിനിമാ വ്യവസായത്തിന്റെ ഒരു മുഖത്തെ തകർത്തുകൊണ്ടാണ് ഈ പൃഥ്വിരാജിന്റെ മുഖം ഉയർന്നു വന്നിരിക്കുന്നത്. സമൂഹം ഒബ്സർവ് ചെയ്യുന്ന ആർക്കും മനസ്സിലാവും അത് ശരിയായ നടപടിയല്ല. അത്തരത്തിൽ നമ്മൾ ഒരു സിനിമാ വ്യവസായത്തെ തകർത്തുകൂടാ എന്ന് പൃഥ്വിരാജിന് കൂടി തോന്നണമായിരുന്നു. നേരത്തെ പറഞ്ഞല്ലോ കൂവി തകർക്കരുതെന്ന്. കൂവി തകർത്തതിൽ എല്ലാവരും ഉണ്ട്, ഇന്നയാള് മാത്രം എന്ന് പറയാൻ പറ്റില്ല. ഇനി ഒരു വിഷയം, ഈ മോഹൻലാൽ എന്ന് പറഞ്ഞ നടന് തിരക്കഥ അറിഞ്ഞുകൂടായിരുന്നു, അദ്ദേഹം കണ്ടില്ല കേട്ടില്ല. പിന്നെ ഇപ്പൊ വേറെ പറഞ്ഞല്ലോ BJP അവരുടെ എന്തോ കോർ കമ്മിറ്റി കൂടി പിന്നെ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തു എന്നൊക്കെ ഡോക്ടർ ജയരാജ് പറഞ്ഞല്ലോ. BJP അല്ല, ദേവേന്ദ്രൻ പറഞ്ഞാലും ഹിന്ദുക്കൾക്ക് ബോധിക്കണമെങ്കിൽ അത് കുറച്ച് പ്രയാസമാണ്. കാരണം ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന എന്താണ്? ഗോധ്രയിൽ കർഷകരെ, നിഷ്കളങ്കരായ കർഷകരെ, അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമിയിൽ പോയി മടങ്ങുന്ന കർഷകരെ 59 പേരെ ഒരു ബോഗിയിൽ ചുട്ടുകൊന്നു. അത് കേവലം ഒരു മിസ്ഹാപ്പ് ആയിരുന്നില്ല, അത് ഒരു അറ്റാക്ക് ആയിരുന്നു, ഒരു ആർസൺ കേസാണ്, തീവെപ്പ് കേസാണ്. മാത്രമല്ല ലാലു പ്രസാദ് യാദവ് അന്നത്തെ റെയിൽവേ മിനിസ്റ്റർ ഒരു 1 മാൻ കമ്മീഷൻ ഉണ്ടാക്കിയിട്ട് റിപ്പോർട്ട് കൊടുത്തു. എന്താണ് ഇത്? അതിന് ബോഗിക്കുള്ളിൽ നിന്നുണ്ടായ ഫയർ ആണെന്ന്. നോക്കണം, കോൺഗ്രസ് എത്രത്തോളം ഹിന്ദു വിരുദ്ധമാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ലാലു പ്രസാദ് യാദവിന്റെ ആ കമ്മീഷൻ. അത് പിന്നീട് ഗുജറാത്ത് ഹൈക്കോർട്ട് നല്ലോണം പൊളിച്ച് കീറി കൊടുത്തിരിക്കും എങ്കിലും ആ കമ്മീഷന്റെ അതെ ഏത് കമ്മീഷൻ? ബാനർജി കമ്മീഷൻ. ഉമേഷ് ബാനർജി അല്ലേ? ഉമേഷ് ബാനർജി കമ്മീഷൻ അത് UPA സർക്കാർ കൊണ്ടുവന്നാണ്. അവർ സ്ഥാപിക്കാൻ ശ്രമിച്ചത് ഈ കർഷകർ യാത്ര ചെയ്തിരുന്ന ബോഗിക്കകത്തു നിന്ന് തീ ഉണ്ടായെന്നാണ്. അതിനെ പിന്നീട് ഗുജറാത്ത് ഹൈക്കോടതി തെളിവ് സഹിതം പൊളിച്ചെഴുതിയിട്ടുണ്ട്. കാരണം 1000 പേരടങ്ങുന്ന ഒരു സംഘം ഈ ട്രെയിൻ വരുന്നത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അവിടെ. മാത്രമല്ല 140 ലിറ്റർ പെട്രോൾ അവർ അവിടെ സംഘടിപ്പിച്ച് വെച്ചിരിക്കുന്നു. ഈ ബോഗി മുഴുവൻ കത്തിക്കാൻ വേണ്ടിയിട്ട് 140 ലിറ്റർ പെട്രോൾ എവിടെ നിന്നാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തത്? അപ്പൊ ഇത് പെട്ടെന്നല്ല, പ്രീ മെഡിറ്റേറ്റഡ് ആയിട്ടുള്ള ഒരു ജനസൈഡ്, അല്ലെങ്കിൽ ഒരു ഹിന്ദു ജനസൈഡ്, അല്ലെങ്കിൽ ഹിന്ദുക്കളെ മൊത്തത്തിൽ കൂട്ടിയിട്ട് കത്തിക്കുകയാണ് ചെയ്തത്. അപ്പുറം ഇപ്പുറം നിന്നിട്ട് ഒഴിക്കുകയാണ് ചെയ്തത്. ഈ ബോഗികളുടെ വിൻഡോസ് ഡോസ് എല്ലാം കൊളുത്തിയിട്ട് അടച്ചിരിക്കുകയാണ്. അങ്ങനെ ചുട്ടും വെന്തും പുക ശ്വസിച്ചും ചത്തൊടുങ്ങിയ ഹിന്ദുക്കളോട് വീണ്ടും 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 അനീതി ആവർത്തിക്കുകയല്ലേ ഇത്തരം ചലച്ചിത്രങ്ങളിലൂടെ? അതിൽ ബജ്രംഗ് ബലി എന്ന നമ്മുടെ ആരാധ്യനായ വീരപുരുഷനായ ഹനുമാനെ പരമാവധി അപമാനിക്കുകയല്ലേ ആ ബജ്രംഗ് എന്ന ശബ്ദം കൊണ്ട് ചെയ്യുന്നത്? അല്ലെങ്കിൽ അത് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ യുവവിഭാഗമായ ബജ്രംഗ് ദള്ളിനെയാണോ സൂചിപ്പിക്കുന്നത്? ഏകദേശം ഇതേ ടോണിൽ മുരളി ഗോപി മുമ്പൊരു പൊട്ടിപ്പോയി തിരക്കഥ എഴുതിയിരുന്നു, ടിയാൻ എന്ന് പറഞ്ഞിട്ട്. അതത്ര വിജയിച്ചില്ല. അതിന്റെ ഒരു പുനരാവിഷ്കരണമാണ്, വാര്യൻകുന്നനെയും ചേർത്തുകൊണ്ടുള്ളൊരു പുനരാവിഷ്കരണമാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത്. പടം വിജയിക്കുമോ, സാമ്പത്തികം നേടുമോ, മോഹൻലാൽ കാശുണ്ടാക്കുമോ, അവാർഡ് കിട്ടുമോ എന്നൊന്നും ഞങ്ങൾ ചിന്തിക്കും. ഞങ്ങളുടെ ചിന്ത വെളുപ്പിച്ചെടുക്കാൻ ആര് ശ്രമിച്ചാലും അത് വെളുപ്പുകയില്ല, അത് ഹിന്ദു ഹൃദയത്തിലുണ്ടായ മുറിപ്പാടാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. അല്ലാതെ ഞങ്ങൾ പോയിട്ട് പൃഥ്വിരാജ് കുമാറിന്റെ വീട്ടിൽ മുടി മുറിച്ചിടാനോ അല്ലെങ്കിൽ അവന്റെ തെങ്ങിന് തേങ്ങ ഇടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. നാട്ടുപ്രമാണിമാരെ പോലെ നിങ്ങൾ ഇനി നിങ്ങളെ തെങ്ങിന് തേങ്ങ ഇട്ടാൻ കാണിച്ചെന്ന് പറഞ്ഞ് പാർട്ടി ഗുണ്ടകള് കാവൽ നിൽക്കുന്നവരുടെ എരപ്പാളിത്തരം ഒന്നും ഏതായാലും ഞങ്ങൾ ഹിന്ദുക്കൾ ചെയ്യില്ല. അത് ഞാൻ ഡോക്ടർ ജയരാജനോട് പറയും. ഡോക്ടർ ജയരാജ് വളരെ സൗമ്യനായി വിശാല ഹൃദയനെ പറഞ്ഞത്, താങ്കളുടെ പാർട്ടിയാണ് കേരളത്തിൽ ഇക്കണ്ട എല്ലാ സോഷ്യൽ സെൻസർഷിപ്പും, സിനിമയ്ക്ക് മാത്രമല്ല വ്യക്തി ജീവിതങ്ങളിൽ പോലും. ഒരു സ്ത്രീ ക്യാൻസർ പേഷ്യന്റ് ആയ സ്ത്രീക്ക് ഓട്ടോറിക്ഷ ഓടി ജീവിക്കാൻ പറ്റാന്ന് അഭിനയിക്കുക, അവർ മരിച്ചു അടുത്ത കാലം. അപ്പൊ ഇങ്ങനെ ക്രൗര്യം ചെയ്യുന്ന ഫാഷിസത്തിന്റെ അങ്ങേ തലയിൽ നിൽക്കുന്നവരാണ് ഹിന്ദുക്കളോട് പറയുന്നത് നിങ്ങൾ സിനിമയെ വിമർശിക്കല്ലേ എന്ന്. ആര് പറഞ്ഞാലും
സിനിമയ്ക്കകത്തൂടെ ഒളിച്ചു കടത്തപ്പെടുന്ന വർഗീയത അല്ലെങ്കിൽ ഒളിച്ചു കടത്തപ്പെടുന്ന സൂക്ഷ്മമായ ഹിന്ദു വിരോധം, അല്ലെങ്കിൽ ഏറ്റവും വളരെ ശ്രദ്ധിക്കേണ്ടത് രാഷ്ട്രീയമായി വിരോധമുള്ളവരെയാണ് മോദിയും അമിത്ഷായും കൂടി വേട്ടയാടുന്നതെന്നുള്ള CPM-ന്റെയും കോൺഗ്രസിന്റെയും എക്കാലത്തെയും പ്രചരണായുധമല്ലേ മുരളി ഗോപി ഇപ്പൊ എഴുതി വെച്ചിരിക്കുന്നത്. അതായത് രാഷ്ട്രീയ വിരോധം തീർക്കാൻ വേണ്ടിയിട്ട് ED പറഞ്ഞു വിടുന്നു. അതാണ് ചിത്രത്തിന്റെ വലിയൊരു പ്രമേയം. അങ്ങനെയെങ്കിൽ എന്റെ ചോദ്യം ഇതാണ്, അരവിന്ദ് കെജ്രിവാൾ അകത്ത്, ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രി ഈ അഴിമതിക്കെതിരെ രംഗത്ത് വന്ന അരവിന്ദ് കെജ്രിവാൾ സ്വന്തം വീട് മോടി പിടിപ്പിക്കാൻ വേണ്ടി 4 കോടി രൂപകളാണ് ചെലവാക്കിയത്. കേൾക്കുമ്പോൾ വിഷമം തോന്നും. പാർട്ടി കാണിച്ച തെമ്മാടിത്തരങ്ങൾ പറയുമ്പോൾ വിഷമം തോന്നും. പക്ഷെ ഞാനൊരു കാര്യം പറയാം. എന്റെ ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ എമ്പുരാൻ എന്ന പടത്തിനോടുള്ള വിരോധം എന്ന് പറഞ്ഞാൽ പടം നിരോധിക്കുകയോ പടത്തിന്റെ കൂക്കി വിളിക്കുകയോ അല്ല ഞങ്ങൾ ചെയ്യുന്നത്. ഗോദ്രയിൽ നടന്നത് ആണ് മൂലകാരണം. ആ മൂലകാരണത്തിനുണ്ടായി തിരിച്ചടി മാത്രമാണ്, സാധാരണ ജനങ്ങൾ സംഘടിച്ച് തിരിച്ചടിച്ചത് മാത്രമാണ് ഗുജറാത്തിലുണ്ടായ കലാപം. അല്ലാതെ ഗോദ്ര എന്ന് പറയുന്നത് ഒരു മിസ്ഹാപ്പ് ആയിരുന്നെന്നോ അല്ലെങ്കിൽ ഗോദ്ര സംഘികൾ തന്നെ ചെയ്താണെന്നുള്ള ആ ജിഹാദി വേർഷൻ അംഗീകരിക്കാൻ തൽക്കാലം ഞങ്ങൾക്ക് മനസ്സിലെന്നേ പറഞ്ഞുള്ളൂ.